ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. മീൻ മുളകിട്ടത്. ഇതുപോലെ തയ്യാറാക്കിയാൽ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മീൻ കറിക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോഗ്രാം മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 6 ചെറിയ കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയത് കുതിർക്കാൻ വയ്ക്കാം. കുടംപുളി നമ്മൾ നേരത്തെ തന്നെ കുതിർക്കാൻ വെച്ചാൽ നന്നായിട്ട് ഇതിൽ പുളിയൊക്കെ ഇറങ്ങും. അപ്പോൾ കറി തിളയ്ക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് പുളി ഉണ്ടാവും. ഇനി വേണ്ടത് 10 ചെറിയ ഉള്ളി, 6 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, പിന്നെ ഈ വലിപ്പത്തിലുള്ള ഇഞ്ചി. ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കാം. പച്ചമുളക് 2ആയിട്ടും ബാക്കിയെല്ലാം കനം കുറച്ച് നീളത്തിലും വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ മസാലയൊക്കെ ഇതുപോലെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല മുരിഞ്ഞ നല്ല ഒരു സ്മെല്ലും വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച കുടംപുളി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. എപ്പോഴും കറി ഇതുപോലെ തിളക്കാൻ തുടങ്ങിയ ശേഷം മാത്രമേ മീൻ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ കറിയിലൊക്കെ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് മണം ഉണ്ടാവും. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഈ കറി ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ മീൻ കറി ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. കടുക് മുഴുവനും പൊട്ടിയ ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇപ്പോൾ ഇത് പകുതിയോളം മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേപ്പില ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു നുള്ള് ഉലുവ പൊടിച്ചതും കൂടി ചേർക്കാം. ഇത് കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ മീൻ കറിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതുപോലെ ഒരു നുള്ളാണ് ചേർക്കുന്നതെങ്കിൽ അത് നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ല് കൊടുക്കും. സാധാരണ നമ്മൾ മീൻ കറി തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഇഞ്ചി ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇങ്ങനെ അവസാനം ഇത് വഴറ്റി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മുരിഞ്ഞ സ്മെല്ല് നന്നായിട്ട് നമ്മുടെ കറിയിലുണ്ടാവും. അവസാനം ഇതിങ്ങനെ വഴറ്റി ചേർക്കുന്നത് തന്നെയാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ മീൻ കറിയിൽ പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കറി തിളച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻ കറി വെച്ച് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.